ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മഹാത്മാഗാന്ധിയുടെ ജനനം ഏത് വർഷമായിരുന്നു? 1869 ഒക്ടോബർ 2. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷമേത്? ഉത്തരം 1915. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ഗാന്ധിജിയുടെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം രാജ്ഘട്ട്. ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജി എവിടെ നിന്നാണ് യാത്ര തിരിച്ചത്? ഉത്തരം സബർമതി ആശ്രമം. ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ മലയാളി വംശജനായ ബഹിരാകാശ യാത്രികനാര്? ഡോക്ടർ അനിൽ മേനോൻ. ഇന്ത്യയിൽ ആദ്യമായി അപൂർവ രോഗങ്ങളുടെ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. 2026 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക ആര്? ഉത്തരം എസ് ജാനകി. തിരുവനന്തപുരത്ത് സ്ഥാപിതമാവുന്ന രണ്ടാമത്തെ സർക്കാർ മെഡിക്കൽ കോളേജിന് നൽകുന്ന പേര് എന്ത്? ഉത്തരം കെ കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ്. 2026 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആര്? ഉത്തരം ലിൻഡ നൊസ്കോവ. 2026 വിംബിൾഡൺ പുരുഷ ജേതാവ് ആര്? ഉത്തരം ജാനിക് സിന്നർ. വിംബിൾഡൺ പുരുഷ സിംഗിൾസിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ച താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആര്? ഉത്തരം നോവാക് ജോക്കോവിച്ച്. ദ സെക്കൻഡ് ഓർബിറ്റ് എന്ന ഓർമ്മക്കുറിപ്പിന്റെ രചയിതാവായ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം ശുഭാംശു ശുക്ല. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആര്? ഉത്തരം നാനാ സാഹിബ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ഗാന്ധിജിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. നെഹ്റുവിൻ്റെ ആത്മകഥ സമർപ്പിച്ചിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ഉത്തരം കമല നെഹ്റു. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏത്? ഉത്തരം 1930. മഹാത്മാഗാന്ധി സത്യാഗ്രഹ സഭ രൂപീകരിച്ച വർഷം ഏത്? ഉത്തരം 1919. ഭാരത സർക്കാർ ആദ്യമായി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകിയ വർഷം ഏത്? ഉത്തരം 1969. ഗാന്ധിജി അവസാനമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെയാണ്? ഉത്തരം പൂനെ. ജനഗണമന ദേശീയഗാനമായി അംഗീകരിക്കപ്പെട്ട വർഷം ഏത്? ഉത്തരം 1950. ഇന്ത്യ സ്ട്രഗിൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. 2028 US ഒളിമ്പിക്സിലേക്ക് 128 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുന്ന കായിക ഇനമേത്? ഉത്തരം ക്രിക്കറ്റ്. വിവരാവകാശ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്?
ഉത്തരം 2005. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ആനി ബസന്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജനം നടന്ന വർഷം ഏത്? ഉത്തരം 1905. 2024 ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്ര? ഉത്തരം 6. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആര്? ഉത്തരം വൈഭവ് സൂര്യവംശി. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ആര്? ഉത്തരം വിശ്വനാഥ് സിൻഹ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആര്? ഉത്തരം എൻ ശേഷാദ്രിനാഥൻ. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി വീണ്ടും ചുമതലയേറ്റത് ആര്? ഉത്തരം മല്ലികാർജുൻ ഖാർഗെ. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യമേത്? ഉത്തരം ജപ്പാൻ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ട്രെയിൻ സർവീസ് ആരംഭിച്ച നഗരമേത്? ഉത്തരം കൊൽക്കത്ത. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് ആര്? ഉത്തരം ഡോക്ടർ UP രാജീവ്. 5 വർഷം കൊണ്ട് കേരളത്തെ ലോകമാരി ടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? ഉത്തരം മിഷൻ സമുദ്ര. മുഖ്യമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരിപ്പിക്കുന്ന 4ാമത്തെ വ്യക്തി ആര്? ഉത്തരം VD സതീശൻ. 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇംഗ്ലീഷുകാരനാര്? ഉത്തരം ജോർജ് യൂൾ. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം നവംബർ 11. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തത് എത്ര പേരാണ്? ഉത്തരം 72 പേർ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം JB കൃപലാനി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏത്? ഉത്തരം ഹണ്ടർ കമ്മീഷൻ. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്താറുള്ളത്? ഉത്തരം ചെങ്കോട്ട. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റിപ്പൺ പ്രഭു. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയ നേതാവ് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലായിരുന്നു? ഉത്തരം ലാഹോർ ഗൂഢാലോചന കേസ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ഉത്തരം ശ്യാം ശരൺ.
പ്രേക്ഷക ചോദ്യം ഇതാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം കമന്റ് ചെയ്യുക.